ആകസ്മികമായി പ്രധാനമന്ത്രിയായ നേതാവ് എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയം മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചിരുന്നത്. ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് സ്വന്തം ചേരിയിലുള്ളവർ പോലും പരിഹസിക്കുമ്പോഴും ഒരു ചെറുപുഞ്ചിരി മാത്രമായിരുന്നു മൻമോഹൻ്റെ മറുപടി. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അധികാരത്തിലെത്താൻ വേണ്ടി കോൺഗ്രസ് മറ്റു പാർട്ടികളെ ഒപ്പം നിർത്തി മുന്നണി രൂപീകരിക്കുകയായിരുന്നു. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൽ CPM, CPI, സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി തുടങ്ങിയവരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ രൂപീകരിക്കുമ്പോൾ ആരാകും പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് മാത്രം കൃത്യമായ ഉത്തരം ആർക്കും ഉണ്ടായിരുന്നില്ല. UPA ചെയർപേഴ്സണായ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു വനിതാ പ്രധാനമന്ത്രി എന്നത് കോൺഗ്രസിനും UPAയ്ക്കും കൂടുതൽ കരുത്തു പകരുമെന്ന് മനസ്സിലാക്കിയ BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സോണിയയുടെ ആരോഹണം തടയാൻ ഒരു മുഴം മുന്നേ കരുക്കൾ നീക്കിയിരുന്നു. സോണിയയുടെ പൗരത്വമാണ് BJP ചോദ്യം ചെയ്തത്. ഇറ്റലിക്കാരിയാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. താൻ പ്രധാനമന്ത്രിയായാൽ അപകടകരമായ രീതിയിൽ പ്രതിപക്ഷം UPA സർക്കാരിനെ കടന്നാക്രമിക്കുമെന്ന് മനസ്സിലാക്കിയ സോണിയ മറ്റൊരു രാഷ്ട്രീയ നീക്കം നടത്തി. അതായിരുന്നു മൻമോഹൻ സിംഗ്. കോൺഗ്രസിനോട് വിശ്വസ്തതയും നെഹ്റു കുടുംബത്തോട് കൂറും പുലർത്തുന്ന ഒരാളെ പ്രധാനമന്ത്രിയാക്കുകയായിരുന്നു സോണിയയുടെ ലക്ഷ്യം. പല പേരുകളും പരിഗണനയിൽ വന്നുപോയെങ്കിലും ഒടുവിൽ സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗ് മതിയെന്ന അന്തിമ തീരുമാനത്തിലേക്ക് സോണിയ എത്തി. പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ആദ്യം താൽപ്പര്യക്കുറവ് കാണിച്ച മൻമോഹൻ സിംഗ് ഒടുവിൽ ഇന്ത്യയുടെ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്ററായി. ലോക്സഭയിൽ അംഗമാകാതെയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. അസമിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലയിലാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നത്. റിസർവ് ബാങ്ക് ഗവർണർ, ധനമന്ത്രി എന്നീ പദവികളിലെല്ലാം തിളങ്ങിയ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സ്ഥാനത്തിന് അനുയോജ്യനാണെന്ന് സോണിയാഗാന്ധി തീരുമാനിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി പദവിയിലെത്തിയ ശേഷം വലിയ രീതിയിലുള്ള പരിഹാസങ്ങളാണ് മൻമോഹൻ സിംഗ് നേരിട്ടത്. സോണിയാഗാന്ധിയുടെ കയ്യിലെ കളിപ്പാവ എന്നുപോലും പ്രതിപക്ഷം പരിഹസിച്ചു. കോൺഗ്രസിനുള്ളിൽ തന്നെ മൻമോഹനെ അംഗീകരിക്കാൻ മടിയുള്ളവർ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ പരിഹാസങ്ങൾക്കും ഒരു ചെറുപുഞ്ചിരി മാത്രമായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ മറുപടി. എൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിൽ നാണിക്കാനായി എനിക്കൊന്നുമില്ല എന്നാണ് പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞ ശേഷം ഒരു അഭിമുഖത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞത്. പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം ചേർന്ന് തന്നെ റബ്ബർ സ്റ്റാമ്പ് പ്രധാനമന്ത്രിയാക്കിയ മാധ്യമങ്ങളെക്കുറിച്ച് മൻമോഹൻ സിംഗ് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ചരിത്രം എന്നോട് കൂടുതൽ ദയ കാണിക്കും, മാധ്യമങ്ങളെക്കാൾ കൂടുതലായി.